നല്ല പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട് ഇപ്പോൾ കാണുമ്പോൾ. ഇങ്ങനെ മതിയല്ലോ? മതി. ഓക്കെ, ഇതിലേക്ക് തന്നെ ഇടാം. ഇതിലോട്ടിനെ വേറെ ഒന്നും ഒഴിക്കണ്ട, നീ ഒന്നും ഒഴിക്കട്ടെ. ഒരു സ്പൂൺ നെയ്യോടെ ചേർക്കാം. ഓക്കെ, അപ്പം ജ്വലിപ്പിച്ചോളൂ. നമ്മൾ മാങ്ങ ഒന്ന് വഴറ്റിയെടുത്തു, അതിനെ അരച്ചെടുത്തു. എന്നിട്ട് അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് വീണ്ടും ഇടുന്നല്ലേ, അങ്ങോട്ടിട്ടാളെ തിരിച്ചിങ്ങോട്ട് എടുക്കാം. വെള്ളം ചേർക്കാമോ ഇതെടുക്കാൻ? ഇതിലേക്ക് പഞ്ചസാരയുടെ ചേർത്ത് ഇളക്കാം. അല്ല, ഈ ഉള്ളിലുള്ളതിലേക്ക് രണ്ടാം പാലിൽ ഇളക്കാൻ വയ്ക്കാം. ലാസ്റ്റ് ഇപ്പം പഞ്ചസാര ഇപ്പം മതി അല്ലേ? ഇതിലേക്ക് പഞ്ചസാര മൊത്തം ഇടട്ടെ? ഫുൾ പഞ്ചസാര ഇടാം. മാങ്ങ അരിഞ്ഞപ്പോൾ 2 ബൗൾ മാങ്ങ ഉണ്ടായിരുന്നു, അതിന് 2 ബൗൾ പഞ്ചസാര. എത്രയാണോ മാങ്ങ എടുക്കുന്നത് അത്രയല്ലേ? പഞ്ചസാര മൊത്തം മാമ്പഴത്തിൽ കൂടെ ചേർത്ത് നമ്മൾ മാംഗോ ജാമൊക്കെ ഉണ്ടാക്കുന്ന പോലെ അല്ലേ? മാംഗോ പ്യൂറി പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ നെയ്യാക്കി. അപ്പോൾ ആദ്യം നമ്മൾ പാൻ എടുത്ത് 1 സ്പൂൺ നെയ്യ് ചേർത്തു, അതിലേക്ക് മാമ്പഴം നന്നായിട്ട് അടിച്ചെടുത്ത മിശ്രിതം ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും ചേർത്തു. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ അത്യാവശ്യത്തിന് ഒഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ വേവിച്ച ചവ്വരിയും കൂടെ ചേർത്തു. ഇനി ഇതിന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? ഇളകോട്ടി പിടിക്കല്ലേ, കട്ടിയാവും ഭയങ്കരമായിട്ട്. ഇതിനി ഇളക്കി എന്തോ വരുമോ? ഇനി ഇതിൽ രണ്ടാം പാല് ചേർത്തൊന്ന് ഇറ്റിച്ചെടുക്കണം. പ്രത്യേകിച്ച് പറ്റിച്ചെടുക്കുമെന്നല്ല, നെയ്യും മറ്റേ മാമ്പഴത്തിൻ്റെ ഒരു കുറച്ച് പൾപ്പും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ പഞ്ചസാര നെയ്യുമാണ്. ഇത് എത്ര മിനിറ്റ് ഇങ്ങനെ വഴറ്റണം? ഒരു 5 മിനിറ്റോളം വഴറ്റെടുക്കണം അല്ലേ? പിന്നെ വല്ല പരുവുണ്ട്, ഇങ്ങനെ നൂൽപ്പരുവ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പം വരാൻ തുടങ്ങി. കുമ്പള ഇങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്ക് അത്രയും നേരം ബബിൾസ് വരണ വരെ നോക്കാം. പിന്നെ ഒരു തടസ്സമില്ലാത്ത പായസം. നമ്മൾ സാധാരണ ഈ അടപ്പായസം സേമിക്ക് എന്തെങ്കിലും ഒന്ന് കടിക്കാനൊക്കെ ഉണ്ടാവും ഇടയ്ക്ക്. ഇതിന് സ്മൂത്തായിട്ട് കുടിച്ചാൽ മതി. സ്പൂണ് അത് കുഴപ്പമില്ല, ഗാർണിഷിങ് അല്ലേ. സാധാരണ മറ്റേ സ്പൂണൊക്കെ വേണ്ട, സ്പൂണൊന്നും വേണ്ട. ഡിസ്പോസബിൾ ഗ്ലാസ് ഏത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടങ്ങ് അകത്താക്കുക എന്നതിന്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എത്ര വരെ തിളയ്ക്കുന്നതിൻ്റെ ചവ്വരിയൊക്കെ ഒഴിച്ചു. നമ്മൾക്കിനി ഇത് വെള്ളവും രണ്ടാം പാലും ചേർത്തു. ഇനി മൊത്തം വറ്റി തിളയ്ക്കുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തായാലും കുശല്ലേ, ഫുൾ പാൻ നിറഞ്ഞിട്ടുണ്ട്. ഏലക്കപ്പൊടി അവസാനമാണോ ചേർക്കുന്നത്?
ഇപ്പോൾ ഒന്നും ഇല്ലല്ലേ, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കില്ലേ ഉള്ളൂ പ്രധാന ജോലി. പരുവം തന്നെ ഇങ്ങനെ ഒറ്റപ്പരുവായി വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണും നല്ലതായിട്ട് കുമ്പള വരുന്നുണ്ട്. വെട്ടി തിളക്കണ്ടേ, നന്നായിട്ട് തിളക്കണ്ടേ. അപ്പം നമ്മുടെ മാമ്പഴ പായസം ഇവിടെ റെഡിയായി. കണ്ടല്ലോ, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ സീസണാണ്, തീർച്ചയായിട്ടും സീസൺ കഴിയുന്നതിന് മുമ്പ് ട്രൈ ചെയ്യുക.